അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇന്ന് CBSE സിലബസിൻ്റെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 2-3 പേർ വിളിച്ച് പറഞ്ഞു SSLCയുടെ ഓർഗാനിക് റിയാക്ഷൻസ് ഒന്നും പറയാതെ ഈ ബേസിക്കലായിട്ടുള്ള കാര്യവും IUPACയുടെ നെയിമിങ്ങല്ലേ ആയുള്ളൂ സാർ, റിയാക്ഷൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ച CBSE തന്നെ ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട് അവരുടെ ചാപ്റ്ററിൽ, കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് SSLC സ്റ്റേറ്റിനും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ CBSE ടെക്സ്റ്റിൽ ഒരു 10-12 ഒരു റിയാക്ഷൻസ് വരെ ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അവർക്കും ഇവർക്കും പ്രയോജനം വരുമല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 2-3 ക്ലാസ് ഓർഗാനിക് റിയാക്ഷൻസ് എടുത്തിട്ട് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എടുക്കുക. ലാസ്റ്റ് ചാപ്റ്ററാണ് CBSEയുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എടുക്കുക. അത് പിന്നെ ഇനോർഗാനിക് ടൈപ്പാണ്, ഓർഗാനിക് അല്ല, പറഞ്ഞു പോവാം. ഇതിപ്പോൾ ഓർഗാനിക് റിയാക്ഷൻസ് പറഞ്ഞുതരാം. ചിലർക്ക് മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തവർ ഇതേപോലെ ഡൗട്ട്സുകൾ ചോദിക്കുക. നമുക്ക് ഏതായാലും ടൈം കളയണ്ട, തുടങ്ങാം അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഓർഗാനിക് റിയാക്ഷൻസ് നിങ്ങളുടെ CBSE ടെക്സ്റ്റിൽ ഫസ്റ്റിൽ കമ്പഷനാണ്. COMBUSTION, കമ്പഷൻ. കമ്പഷൻ, വാട്ട് ഈസ് മീനിങ് ഓഫ് കമ്പഷൻ? വാട്ട് ഈസ് മീനിങ് ഓഫ് കമ്പഷൻ? കമ്പസ്റ്റൻ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കമ്പസ്റ്റ്യൻ എന്നൊക്കെ പറയും. COMBUSTION, കമ്പഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ജ്വലനം, കത്തിക്കുന്നത്, ബേണിങ്. സോ what happens when the organic compound burns in air? You know, the air, the presence of oxygen supports the burning, combustion. So if we burn ethane or methane or hydrocarbon in the presence of atmosphere, the oxygen takes part in that reaction. That means when methane burns in oxygen, what are the products obtained by the reaction of a methane and oxygen? You know, the reaction between the carbon and oxygen, the product obtained is carbon dioxide. Carbon plus oxygen gives carbon dioxide. It is easy equation. Anyone can understand that. But what happens when methane on combustion in the presence of air? We can see CH4 plus in the presence of oxygen or in the presence of atmosphere, what are the products obtained? മീഥെയിൻ ഓക്സിജനിൽ ബേൺ ചെയ്താൽ എന്തെല്ലാം പ്രോഡക്ട്സ് കിട്ടും എന്നാണ് ചോദ്യം. മീഥെയിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രോ കാർബൺ. മീഥെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ മീൻസ് പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. വാട്ട് ഹാപ്പൻസ് വെൻ hydrogen burns in air? That means hydrogen plus oxygen. What is the product obtained? Water. Hydrogen, oxygen, water. അത് എല്ലാവർക്കും അറിയേണ്ടതാണ്. ആർക്കെങ്കിലും അറിഞ്ഞുണ്ടെങ്കിൽ വെളിയിൽ പറയണ്ട, തനിയെ വെച്ച് അനത്തിക്കൊണ്ടിരുന്നാൽ മതി. വളരെ മോശമാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഹൈഡ്രജൻ ഓക്സിജൻ വാട്ടർ, ഹൈഡ്രജൻ ഓക്സിജൻ വാട്ടർ. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ. ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജൻ, കാർബൺ. Hydrogen plus oxygen, water. Carbon plus oxygen, carbon dioxide. So any hydrocarbon burns or on combustion with oxygen, we get 2 products, carbon dioxide and water. Carbon dioxide and water. CH4 plus oxygen. The products, നമുക്ക് പ്രോഡക്ട്സ് കിട്ടുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ, കാർബൺ പ്ലസ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഹൈഡ്രോ കാർബൺ ഓക്സിജനിൽ ബേൺ ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ചിലരേക്ക് ഇതൊക്കെ എന്തോ സിംപിളിക്കേഷൻ സാർ ചുമ്മാ കിടന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ബിലോ ആവറേജ് സ്റ്റുഡൻസിനെയും നമ്മളൊന്ന് കൺസിഡർ ചെയ്യണമല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സപ്പോസ് ഈഥെയിനാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഈഥെയിനാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈഥെയിൻ ഓക്സിജനായി റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈഥെയിൻ, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഈഥെയിൻ? C2H6. അതിലും കാർബണും ഹൈഡ്രജനും ഉള്ളത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡ്. അത് ഓക്സിജനിൽ കത്തുമ്പോൾ വാട്ടർ. C2H6 plus O2.
gives CO2 plus water. CO2 plus water. CH4 plus O2 gives CO2 plus water. അപ്പോൾ നമുക്ക് ബാലൻസിങ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ്. സോ ദ റിയാക്റ്റൻസ് ആൾവേസ് ബി ഈക്വൽ ടു ദ പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ റിയാക്റ്റൻസിന് ഈക്വലായിട്ട് പ്രോഡക്ട്സ് വന്നേ പറ്റൂ. അല്ലെങ്കിൽ എന്തെന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഇക്വേഷൻ അല്ല, ഇക്വേഷൻ ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈക്വൽ മീൻസ് വാട്ട് ഈക്വൽസ് ദ പ്രോഡക്ട്സ്, ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രോഡക്ട്സ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം ഒരു ഇക്വേഷനെങ്കിലും. CH4 plus O2 gives CO2, H4, C1, 2 oxygen, 2 oxygen, or 2 plus 1 oxygen, 3 oxygen. So first even number ആക്കണം ഓക്സിജൻ്റെ. അപ്പോൾ 2 oxygen, 2 oxygen, 4 oxygen. ഇവിടെ അതാ 4 oxygen. ഹൈഡ്രജൻ 4 hydrogen, the 4 hydrogen. Carbon 1, carbon 1. 4 oxygen, 2 plus 2 oxygen. Okay. CH4, carbon 1, carbon 1, 4 hydrogen, 4 hydrogen, 4 oxygen, 4 oxygen. Equal. So, methane ഓക്സിജനിലെ ബേൺ ചെയ്താൽ, കമ്പഷൻ ചെയ്താൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും. മീഥേൻ അല്ല, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, ഒക്ടൈൻ, ഓൾ ആർ ഹൈഡ്രോകാർബൺസ്. എല്ലാം ഹൈഡ്രോകാർബണാണ്. ഓക്സിജനിൽ ബേൺ ചെയ്താൽ ദ പ്രോഡക്ട്സ് ഒബ്ടൈൻഡ് ആർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടും ഓൺ കമ്പഷൻ. ഇനി ഞാൻ പറയുന്നില്ല, ഏത് ഹൈഡ്രോകാർബൺ തന്നാലും നിങ്ങൾ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ, മീഥേൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ, ഈഥേൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ, ഡെക്കൈൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ. ഈവൻ ദോ ഇറ്റ് കണ്ടെയ്ൻസ് hundreds of carbon dioxide and water are the answer. കാർബൺ ഡയോക്സൈഡ് വാട്ടർ കമ്പഷൻ മറക്കരുത്. ജ്വലിക്കുമ്പോൾ, കത്തുമ്പോൾ, ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോൾ. ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ ഹൈഡ്രോ വാട്ടർ, ഓക്സിജനുമായിട്ട് കാർബൺ ഡയോക്സൈഡ്. സോ ദ പ്രോഡക്ട്സ് ഒബ്ടൈൻഡ് ആൽവേസ് ബി കാർബൺ ഡയോക്സൈഡ് വാട്ടർ വെൻ ഹൈഡ്രോ കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ. ഓക്കെ, ഓക്സിജനിൽ കത്തിയാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടും, യാതൊരു സംശയമില്ല. കമ്പഷൻ്റെ ഇക്വേഷൻ തീർന്നു. നിങ്ങൾക്ക് കമ്പഷൻ്റെ ഒരു ഇക്വേഷനേ ഉള്ളൂ നോക്കിയിട്ട്. അപ്പോൾ അതിൽ പിന്നെ കാർബൺ ഒരു എത്തനോളും കൂടെ ഉണ്ട്. എത്തനോളിൻ്റെ ഫോർമുല അറിയാമോ? എത്തനോൾ എന്ന് പറഞ്ഞാൽ ചാരായം, തനിച്ചാരായം. എത്തനോളിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു എത്തനോളിൻ്റെ ഫോർമുല. എത്തനോൾ CH3CH2OH എത്തനോൾ പ്ലസ് ഓക്സിജൻ. Sure, carbon dioxide and water. It is not equally hydrocarbon. It contains carbon, hydrogen and oxygen. ഇത് കാർബൺ ഹൈഡ്രജൻ മാത്രമല്ല, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാവൂ. വാട്ടർ, ഓക്സിജൻ ഉണ്ടെങ്കിൽ വാട്ടർ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വാട്ടർ. അപ്പോൾ എത്തനോൾ പ്ലസ് ഓക്സിജൻ കാർബൺ. അപ്പോൾ നിങ്ങൾ പ്രോഡക്ട്സ് എപ്പോഴും എഴുതാനുള്ളത് ഹൈഡ്രോ കാർബണും ഇതേപോലെ ആൽക്കഹോളൊക്കെ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് പ്രധാനമായിട്ടും നിങ്ങൾ എഴുതാനുള്ളത്. അത്രയേ ഉള്ളൂ കമ്പഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനി ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ബേൺസ് ഇൻ ഓക്സിജൻ ഫോമിങ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ. ദിസ് ആൻസർ. ദെൻ അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമാണ് കിട്ടുന്നത്, ഡൗട്ടൊന്നുമില്ല. ഹൈഡ്രോ കാർബൺ ഓൺ കമ്പഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എത്തനോള് ഇൻ്റെ റിയാക്ഷനിൽ വരുന്ന എത്തനോൾ ഇപ്പോൾ ഓക്സിജനുമായിട്ട് കത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടി. എത്തനോള് ഓക്സിഡേഷൻ നടത്തിയാൽ, ഞാൻ നിങ്ങളെ ടെക്സ്റ്റിൽ CBSE ടെക്സ്റ്റിൽ ഉള്ളതുപോലെ എഴുതിയാൽ നിങ്ങളിപ്പോൾ അങ്ങ് പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ +1 ചെല്ലുമ്പോൾ അല്ലെങ്കിൽ +2 ചെല്ലുമ്പോൾ, അപ്പോൾ എൻട്രൻസിൽ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം ബൈഹാർട്ടാകാൻ പറ്റില്ല. മനസ്സിരുത്തി മാത്തമാറ്റിക്സ് പഠിക്കും പോലെയാണ്. അതിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടെക്സ്റ്റിലുള്ളതുപോലെ ആദ്യം ഞാൻ എഴുതിട്ട്. എത്തനോൾ ഓക്സിഡേഷൻ in the presence of acidified and alkaline potassium permanganate solution.
What is the product obtained? ശരി, CS3 CS2 OH ഓക്സിഡേഷൻ, അത് acidified or alkaline KMnO4 potassium permanganate solution forming CS3 COOH. ഇത് ഇത്രയും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. പക്ഷേ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നു. എങ്ങനെ കിട്ടി? ഹൗ ക്യാൻ വി ഗെറ്റ് ദ അസറ്റിക് ആസിഡ് ഫ്രം എത്തനോൾ? അപ്പോൾ നിങ്ങൾ പറയുക അതെന്താ, അതൊന്നും നമുക്ക് അറിഞ്ഞൂടെ, ഇത് ടെക്സ്റ്റിലുള്ളത് പോലെ കിടക്കുന്നു, വല്ല പ്രയോജനമുണ്ടാ? ഇല്ല. എത്തനോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ ഒരു ആസിഡ് കിട്ടും, എത്തനോയിക് ആസിഡ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 high carbon. So ethanoic acid, IUPAC name of this compound is ethanoic acid, otherwise it is known common name acetic acid, ACETIC, acetic acid. അസറ്റിക് ആസിഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വിനീഗർ. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വിനീഗർ, അസറ്റിക് ആസിഡ്, CH3COOH, വിനീഗർ. അപ്പോൾ ചാരായം അല്ലെങ്കിൽ മദ്യം കറക്റ്റിനുള്ള പ്യുവർ അബ്സല്യൂട്ട് ആൽക്കഹോൾ, അതുപോലെ ആൽക്കഹോൾ എടുത്ത് വെച്ചാൽ, വെള്ളമില്ലാത്ത ഒരു ആൽക്കഹോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ തന്നെ ഇത് ഓക്സിഡേഷൻ ആയിക്കൊള്ളും, ആസിഡായിട്ട് മാറും. എന്ന് വെച്ചാൽ എത്തനോൾ കുറേ നേരം പ്രസൻസിൽ വെച്ചെടുത്ത് കുടിച്ചാൽ ആസിഡ് നമ്മൾ ഈ എലിമെൻ്ററി കനാലൊക്കെ വെന്തു പോകും. ചിലപ്പം അസറ്റിക് ആസിഡ് അത്ര സ്ട്രോങ് അല്ലെങ്കിലും എന്നും ദിവസം ആകുമ്പോഴത്തേക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ചിലർ വാങ്ങിച്ച് ഉടനെ വെള്ളം അടിക്കുന്നത്, കുടിച്ചാൽ ഉടനെ എടുത്ത് അടിച്ചു കളയും. കാര്യം വെച്ചുകൊണ്ടിരുന്നാൽ അത് ദോഷമാണ്. അതുകൊണ്ട് അടിച്ചിട്ടേ പിന്നെ സംസാരിക്കുള്ളൂ, പിന്നെ നന്നായിരിക്കും സംസാരമൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥമായിട്ട് ഇവർ മിക്കവാറും സംസാരിച്ചിട്ട് കുടിക്കുന്നത് അത്രയും അസറ്റിക് ആസിഡാണ് കുടിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് ഓക്സിഡൈസിങ് ഏജൻറ്റ് യൂസ്ഡ് ഈസ് acidified potassium permanganate or alkaline potassium permanganate. What is meant by acidified potassium permanganate? Alkaline potassium permanganate. ഇവിടെ നിങ്ങൾ പറയും acidified എന്ന് പറഞ്ഞാൽ acidified, alkaline എന്ന് പറഞ്ഞാൽ alkaline. അത് ആർക്കറിഞ്ഞൂടാ? നിങ്ങൾക്ക് പറഞ്ഞൂടാ അല്ലേ? അങ്ങനെയല്ല ഇത് പറയാനുള്ള. Acidified means potassium permanganate dissolved in acid solution. Potassium permanganate solution is mixed with the acid solution. It is acidified. Alkali solution, alkaline. രണ്ടും കൂടെ ഉപയോഗിക്കണോ വേണ്ട, അതിനാണ് ഓർ ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വിചാരിച്ചത്? ഓർ, വേറെ ഒന്നുമില്ല, ഓർ. അസിഡിഫൈഡ് ഓർ ആൽക്കലൈൻ പൊട്ടാഷ്യം എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ പോരെ സാർ? പാടില്ല. കാരണം നിങ്ങൾ അറിയണം അസിഡിഫൈഡ് ഓർ ആൽക്കലൈൻ പൊട്ടാഷ്യം. എക്സാമിന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ ചെയ്താൽ the product obtained is acetic acid or ethanoic acid. IUPAC name ethanoic acid. It is an example for a carboxylic acid. Why? Because it involves the carboxylic group like COOH. COOH എന്ന് പറഞ്ഞ കാർബോക്സിലിക് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് we can say that it is carboxylic acid. നമ്മളെ കോമൺ നെയിം പറയുന്നതാണ് നല്ലത്. നിങ്ങളുടെ ടെസ്റ്റിലും ചിലപ്പോൾ അതായിരിക്കും എത്തനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ് എന്നാണ്. അസറ്റിക് ആസിഡ് വിനീഗറിൻ്റെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ അസറ്റിക് ആസിഡ്. അപ്പോൾ എത്തനോളിൽ നിന്ന് അസറ്റിക് ആസിഡ് എന്ത് ചെയ്യുമ്പോൾ? ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ. എന്തുപയോഗിച്ച്? അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഓർ ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. രണ്ടും വേണ്ട. ശരി, ഞാൻ ഇനി ഒന്നേ പറഞ്ഞുള്ളൂ. അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാനിതാ ഓക്സിഡേഷൻ ചെയ്തു. ആര്? എത്തനോളിന്. എന്ത് കിട്ടി? അസറ്റിക് ആസിഡ് കിട്ടി. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ ഈ ക്ലാസ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് നിർത്താം. എന്തെന്നറിയാമോ? അത് പറയാതെ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അറിയണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഓക്സിഡേഷൻ ചെയ്ത് അസറ്റിക് ആസിഡ് കിട്ടുമെന്ന് അറിയോ? ഇതിപ്പോൾ ആളെയൊക്കെ നോക്കുമ്പോൾ എത്തനോൾ COH, OH ഗ്രൂപ്പ് COH ആയിട്ട് മാറി. നിങ്ങളും അങ്ങനെ പഠിക്കരുത്. നിങ്ങളെങ്ങനെ നോക്ക്, CS3 CH2 OH എടുത്തിട്ട് ഓക്സിഡേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അസിഡിഫൈഡ് ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ നിന്ന് വരുന്ന ഒരു ഓക്സിജൻ, പവർഫുൾ ഓക്സിജനാണ്. ഇതാ പ്ലസ് O, പവർഫുൾ ആയതുകൊണ്ടാണ് ഇതിനെ ബോക്സിൽ അടച്ചിട്ടിരിക്കുന്നത്. ഇത് അല്പം സൂക്ഷിക്കണം. നമ്മൾ അമ്മയുടെ മടിയിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി, ഒരു റിയാക്ഷനിൽ പങ്കെടുച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചുകുട്ടി, അതിനെ എടുത്തുകൊണ്ട് അങ്ങ് ഓടിയാൽ കാണാം അതിൻ്റെ റിയാക്ഷൻ.
അള്ളി പറിച്ച് നമ്മളെ മുഖമൊക്കെ ഒരു കാലിഫോർണിയ യൂറോപ്പൊക്കെ അവിടെ തെളിഞ്ഞു വരും ഫേസിൽ. അള്ളി കരച്ചിലൂടെ കിടന്ന് ഊരുണ്ട് അതേ സ്ഥാനത്ത് കൊണ്ട് വച്ചു കൊടുക്കണം നമ്മൾ. അത്രയും പവർഫുള്ളായിരിക്കും. ഇതേപോലെ ഈ അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഫ്രീ ആകുന്ന ഓക്സിജൻ മോസ്റ്റ് പവർഫുള്ളായിരിക്കും ദാൻ മോളിക്കുലാർ ഓക്സിജൻ. ദാറ്റ് ഈസ് വൈ we can write like this, oh, put in a box because it is highly reactive oxygen atom. So then ethanol on oxidation, ടെക്സ്റ്റിൽ ഇത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇതെങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഫ്രീ ആകുന്ന ഓക്സിജൻ, this oxygen, powerful atomic oxygen evolved from a reaction is called nascent oxygen. NaSCENT, nascent oxygen. Nascent means most powerful. Powerful oxygen. First, the product obtained is CH3CHO. CH3CHO. H2O plus water. Plus water. അത് അണ്ടർസ്റ്റുഡ് ആണ്. വാട്ടർ കിട്ടി. അപ്പോൾ ആറ്റംസ് ഈക്വലായ CH3 CH2. കാരണം CH3 CHO ദാ H2O ദാ H2O. H2 ഇവിടെ ഇല്ല. H2O. CH3 CHO plus H2O. What is this? It is called ethanol. Ethanol. Otherwise it is known as സാറ് പറഞ്ഞത് സാർ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞില്ല, അതുപോലെ പറഞ്ഞുകൊണ്ടാൽ മതി. പറഞ്ഞുതരാം. known as acetaldehyde. Acetaldehyde. The first product obtained when it on oxidation we get acetaldehyde. Again on oxidation because it is unstable compound. അതുകൊണ്ട് again on oxidation CH3CHO plus O gives CH3 COOH. ഉണ്ടാ CH3COOH. ഇതാണ് ഡയറക്റ്റായിട്ട് ഇവിടെ എഴുതിയത്. അപ്പോൾ പിള്ളേരൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വല്ല മനസ്സിലാവോ? ഇല്ല. എത്തനോൾ on oxidation, the first product obtained is acetaldehyde. It is again on oxidation because due to the instability of this compound, it is again on oxidation forming acetic acid. The last product obtained is acetic acid when ethanol on oxidation. Ethanol oxidation ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്ന അസറ്റിക് ആസിഡ്. സംശയമില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയല്ല, ഇത് സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിടണം. ഈ എത്തനോൾ ആദ്യം ഓക്സിഡേഷൻ ചെയ്യുന്നു, അത് നേസൻ്റ് ഓക്സിജനിലാണ്. ഇവരെ പ്രസൻസ് വേണം, അത് ആരുടെ മുകളിൽ എഴുതാവൂ. ഇക്വേഷൻ നേസൻ്റ് ഓക്സിജൻ കമ്മിങ് ഫ്രം അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഓർ ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ദെൻ ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് അസറ്റാൽഡിഹൈഡ്. It is unstable compound. That is why it is again on oxidation. The last product obtained is CH3COOH, acetic acid. So what happens in ethanol on oxidation in the presence of acidified potassium permanganate solution? Acetic acid is obtained. ആ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് നോട്ട് ചെയ്തുള്ളൂ. ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയണം. ഇങ്ങനെയാണ് കിട്ടുന്നത്. ആദ്യം ഓക്സിഡേഷൻ ചെയ്ത് കിട്ടുന്ന ആൽഡിഹൈഡ്, അത് പിന്നെ ഓക്സിഡേഷൻ ചെയ്താണ് ഇത് കിട്ടുന്നത്. അതിനവർ ഡയറക്റ്റ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ട് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ദിസ് അസറ്റിക് ആസിഡ് ഒബ്റ്റൈൻഡ് ബൈ ദീസ് 2 steps. ഓക്കെ, താങ്ക് യു. ഇന്നത്തേക്ക് ഇത്രയും മതി.